ബ്രേക്കില്ല മാറിക്കോളി. തന്നെ ഞാൻ ആദ്യം പറയുന്നത് ബ്രേക്കില്ല മാറിക്കോളാൻ. അടിക്കാനുള്ള പരിപാടിയാണല്ലേ? മറച്ചടി മത്സരിക്കല. ഞാൻ കാട്ടുപരുത്തി കളരിയാ. ഈ കാട്ടുപരുത്തിയാണെങ്കിൽ ഞാൻ വേലിയും പരുത്തിയണ്ട. അങ്ങനത്തെ ഒരു പരുത്തി അല്ല പ്രിൻസിപ്പാളോ? നിങ്ങൾ എപ്പം മുതൽ കോഴിയായി? ഞാൻ കോഴി ആയതാണ്. ഇല്ല കോഴി ആക്കിയതല്ലേ. ഒരു മാർഗം ഇല്ലായിട്ടാ ഞാൻ ആ കോളേജ് നടത്തിയത്. അത് 36%. ഇങ്ങോട്ട് വരികയെ. ഭാഗ്യം ആരെപ്പ എവിടെ വെച്ച് കടാച്ചിക്കൊന്നും ഒന്നും പറയാൻ പറ്റൂല. നിങ്ങൾ വേണം ഇതുകൊണ്ട് രക്ഷപ്പെട്ടതിന് രക്ഷപ്പെട്ടോളി. പോയിക്കോളി. അവിടെ പോയി. ഇതെന്താണ്ട്? ഇത് കൊണ്ടുപോയിട്ട് സൂപ്പ് വെച്ച് കുടിച്ചോ. എന്റെ ഭാര്യക്ക് 2 കുത്തിയാൻ കുത്തിയിരിക്കുന്നു. ഭാര്യക്കല്ലോട് എന്താണ് ഭാര്യല്ലേ? അത് ശരി. ഇനി എപ്പോഴാ കാണാ? എപ്പോഴെങ്കിലും എവിടെയും വെച്ച് കാണാം. ചോട്ടിനുള്ളിൽ കൂക്കിലേക്ക് അങ്ങോട്ട് മാറിയേ. ഈ വീട്ടിലെ കാര്യങ്ങള് ഞാനും അച്ഛനോട് തീരുമാനിച്ചോളാം. നീ പോടാ. എനിക്കും അവളുടെ കാര്യത്തിൽ അല്പം ഉത്തരവാദിത്വമുണ്ട്. ഓ ഉത്തരവാദിത്തം. അതുകൊണ്ടായിരിക്കും നല്ലൊരു ബന്ധം അനിയത്തിക്ക് വന്നിട്ട് അത് കലക്കാൻ നോക്കുന്നത്. ചേട്ടാ ആവശ്യമില്ല ചേച്ചിയെ വഴക്ക് പറയരുത്. എനിക്ക് അയാളെ വേണ്ട. അത് തീരുമാനിക്കാൻ നീ ആരാടി? ആരുടെ കൂടെ പറഞ്ഞയക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. വിക്രമാ, അയാളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടാണോ നീ പറയുന്നത്? ശേഖരേട്ടൻ എന്താ ഒരു കുറവ്? ഓ പരമയോഗ്യൻ. കുടിച്ച് ലക്കായിട്ട് കണ്ടടന്നിറങ്ങി നടക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിർത്തണ്ട, പറഞ്ഞോ. വല്ലപ്പോഴും അല്പം മദ്യപിക്കുമായിരിക്കും. മറ്റുള്ളതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. നിന്റെ കാലും കൈയും കൂട്ടി കെട്ടിയിട്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും. എങ്കിലും അതെനിക്കൊന്ന് കാണണം. അയാളുടെ കയ്യിൽ നിന്ന് കള്ളും ചാരയൊക്കെ വാങ്ങി കുടിച്ചിട്ട് കൂടപ്പുറപ്പിനെയൊക്കെ നിനക്ക് വിൽക്കണോടാ? അമ്പോ, ഈ പെണ്ണും പിള്ളയുടെ അസൂയേ. സ്വന്തം അനിയത്തിയാലും ശരി ഗുണം പിടിക്കുന്ന കണ്ടുകൂടാ. എങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. എന്റെ കൂടപ്പുറപ്പുകളോട് എനിക്ക് അസൂയ. അച്ഛനെന്തോ ഒന്നും മിണ്ടാത്തത്? എടീ, വിക്രമം പറയുന്നതിലും കാര്യമുണ്ട്. നീയോ ഇങ്ങനെയായി. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. അല്ല, അവൾക്ക് നരകിക്കാനാണ് വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. പെൺകുട്ടികൾ പൊരനിറഞ്ഞു നിൽക്കുന്നതിന്റെ വേദന നിനക്കറിയില്ല. ഒരച്ഛനെ അത് മനസ്സിലാവും. അതിലും നല്ലത് അച്ഛനും മകനും കൂടെ കുറച്ച് വിഷം വാങ്ങിച്ചു കൊടുത്ത് അവളെ കൊല്ലുന്നതാവും. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കണ്ണടയും മുമ്പ് അവളെ ഒരു കര പറ്റിക്കണം. എനിക്കിനി ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്ത് പോക്കായത്? നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അങ്ങനെ അല്ല, ഇതാരാ? ചന്ദ്രശേഖരനോ? വരൂ വരൂ. എന്താ ഇതൊക്കെ? കല്യാണമൊക്കെ അല്ലേ? നിനക്ക് തൽക്കാലം ആവശ്യം കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അതെന്റെ ഒരു സന്തോഷല്ലേ അമ്മാവ? പണത്തിന്റെ ആവശ്യം വല്ലതും? ഏയ് ഒന്നുമില്ല. ഇരിക്കട്ടെ അമ്മാവ, കല്യാണമൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചിട്ട് പിന്നൊരിക്കലാകാമല്ലോ. ശരി. ഇന്ദു, മോളെ ഇന്ദു. ആരെന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രശേഖരനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാ മോളെ. ശ്രീദേവിയെ കാണാൻ വേണ്ടി എവിടെ നിന്നത്? എന്താ പ്രത്യേകിച്ച്? നാളെ ഇന്ദുവിന്റെ വിവാഹമാണല്ലേ മോളെ. ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട്. ഇന്ദു അവന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് കാട്ടിക്കൊടുക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാണ്. എന്റെ രാധയുടെ ഗതി ഇന്ദുവിനുണ്ടാവരുത്. എന്റെ മോളെ കൊന്നത് ആ കാലനാണ്.
കാരണം ഒരു നല്ല മനുഷ്യന് പേരുദോഷം ഉണ്ടാക്കി. അത് പുറത്തു പറയാൻ പറ്റാത്ത വിധം ചന്ദ്രശേഖരൻ എന്നെ പേടിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇനി എല്ലാം ശ്രീദേവിയുടെ കയ്യിലാണ്. വിക്രമ, അമ്മയില്ലാത്ത ദുഃഖം ഇന്ദുവിനെ അറിയിക്കാതെയാണ് നമ്മൾ അവളെ വളർത്തിയത്. ഒരു ദിവസം പോലും അവളുടെ കണ്ണുകൾ നനയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിടിവാശി കൊണ്ട് നാശമാകുന്നത് ഒരു കുട്ടിയുടെ ജീവിതമാണ്. ഇനിയും വൈകിട്ടില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട. അവൻ നല്ലവനല്ല. എന്റെ അനിയത്തിക്ക് യോജിച്ചവനാണെന്നറിയാം. എനിക്കത് മതി. പോരാ, നീ അറിയാത്തത് വേറെയുണ്ട്. അവനൊരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ചവനാണ്. രാധയുടെ മരണത്തിന്റെ കാരണക്കാരൻ അവനാണ്. കൊള്ളാം, നല്ല കഥ. എങ്ങുമില്ലാത്തൊരു സഹോദര സ്നേഹം ഞാനിവിടെ കാണുന്നു. അനന്തൻ മോശക്കാരനാണെന്ന് അറിഞ്ഞപ്പോ അത് അനുജത്തിയെ കെട്ടാൻ പോകുന്നവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു ശ്രമം. സത്യം പറഞ്ഞാൽ നീ എന്റെ സഹോദരിയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ നാണമായി. അലറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കുശുമ്പും കുന്നായ്മയും മനസ്സിലുള്ളതുകൊണ്ടാ ഗതി പിടിക്കാത്തത്. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ കഴുത്തി താലി കെട്ടിവന്റെ വായി മണ്ണിട്ടില്ലേ? ഇനിയെങ്കിലും ഈ മനസ്സൊന്ന് നന്നാക്കാൻ നോക്ക്. നാളെ പുലരുമ്പോ ചന്ദ്രശേഖരന്റെ ജീവിതത്തിലെ ഒരു രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ചന്ദ്രശേഖരൻ നായരുടെ ഒരു യോഗേ. അവളുടെ ഒരു ആങ്ങളയുണ്ടല്ലോ, അവൻ 24 മണിക്കൂറും തണ്ണി വാങ്ങിച്ചു കൊടുത്തത് വെറുതെ അല്ല. ഇന്ദുവിന്റെ ഭാര്യ മാത്രമല്ല, ശ്രീദേവി എന്ന സൗധത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയ. നല്ല കക്ഷികളാ. നാളെ മിസ്റ്റർ നായരുടെ കല്യാണമല്ലേ? നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പാർട്ടി നടത്തുക? എന്താ ഇഷ്ടായത്? ഒരു അതിഥി വന്നിട്ടൊന്നും ഇരിക്കാൻ കൂടെ പറയില്ല? എന്നാ ഞാൻ തന്നെ ഇരുന്നേക്കാം. ഒരു സ്മോൾ ആവാ അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? കഴിക്കണം. കഴിക്കുമാഷേ. സനാതന കോളേജ് പൊളിപ്പിച്ച് ഷേക്സ്പിയർ കോളേജ് വിപുലപ്പെടുത്തിയതിന്റെ ഒരു ആവശ്യം കൂടി ആയിക്കോട്ടെ. അല്ല, സഖാവ് കഴിക്കുന്നില്ലേ? ഒരു കുപ്പി പട്ട ഒറ്റയ്ക്കിരുന്ന് അടിക്കുന്ന പാർട്ടിയല്ലേ? കഴിക്കണം മിസ്റ്റർ നായർ. ഞാൻ അന്യനൊന്നുമല്ല. പറഞ്ഞു വരുമ്പോ നമ്മള് ബന്ധുക്കാരാ. അമ്മ ഒഴിക്കേ. നിങ്ങൾക്കിത് എല്ലാവർക്കും എന്ത് പറ്റി? എല്ലാം ഒരുമാതിരി കുരങ്ങിയത്ത കുറവനെ പോലെ. ഉഗ്രൻ സാധനം. കാമാക്ഷിയുടെ വാറ്റിയാരായവും ഇത്ര ഒക്കില്ല. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എവിടെയാ ഹണിമൂൺ? ഇന്ന് എനിക്ക് കുടിച്ച് കുടിച്ച് മരിക്കണം. സന്തോഷം കൊണ്ടാ. നാളെ മിസ്റ്റർ ചന്ദ്രശേഖരൻ നായരുടെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയല്ലേ? അമ്പട കൊച്ചു കള്ള യോഗം. അനന്തൻ, പുറത്തു പോണം. ഈ കല്യാണ പാർട്ടിയിൽ പങ്കുചേരാതെ ഞാൻ പുറത്തു പോവേ. അത് നീ ആരാ? മനസ്സിലായില്ലല്ലേ? രാധ എന്ന പാവം വിദ്യാർത്ഥിനിയെ പ്രലോഭനങ്ങൾ കൊണ്ട് പറഞ്ഞു മയക്കി വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് അവസാനം കാലുമാറിയ ഒരു എരപ്പാളി വാദ്യാര്. പേര് അനന്തൻ. അനന്ത സാറേ, നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എടാ പട്ടി പൊലയാടി മോനെ, ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നീ കാരണം ഒരു പെണ്ണും നശിക്കില്ല. നാളെ ഇന്ദു
പിന്നെ നിന്റെ പഴയ ദോസ്ത് ശ്രീദേവി. ചണ്ടിനെ ഞാൻ നിന്റെ മുമ്പിലിട്ട് നിനക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ എന്റെ പേര് ചന്ദ്രശേഖരൻ എന്നല്ല. എന്താ പറഞ്ഞതാ? Oh!